ഇന്നലെ സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ ഓരോ സീസണിലെയും കൂളിംഗ് കൺട്രോളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒത്തിരി പേർ ഡബിൾ ഡോറിൻ്റേത് കൂടി പറയാമോ എന്ന് ചോദിച്ചിരുന്നു. ഡബിൾ ഡോർ ഫ്രിഡ്ജുകളുടെ ഫ്രീസർ ക്യാബിൻ്റെയും ഫ്രിഡ്ജ് ക്യാബിൻ്റെയും വേറെ വേണം സെറ്റ് ചെയ്യാൻ. ഓരോ കാലാവസ്ഥയിലും ചൂടും തണുപ്പും മാറുന്നതിനനുസരിച്ച് ഫ്രിഡ്ജ് ക്രമീകരിച്ചാൽ മാത്രമേ ഫ്രിഡ്ജിൻ്റെ കാര്യക്ഷമത നിലനിർത്തുന്നതിനും സൂക്ഷിക്കുന്ന സാധനങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനും സാധിക്കൂ. അന്തരീക്ഷം ചൂടുള്ള സമയങ്ങളിൽ ഫ്രിഡ്ജിലെ തണുപ്പ് കൂട്ടുകയും അന്തരീക്ഷം തണുക്കുന്ന സമയങ്ങളിൽ തണുപ്പ് കുറച്ചും വേണം സെറ്റ് ചെയ്യാൻ. ചൂട് കൂടിയ സമ്മർ സീസണിൽ ഫ്രിഡ്ജ് ക്യാബിൻ തണുപ്പ് ഏറ്റവും കൂടിയ അവസ്ഥയായ 5, 6, 7 ലെവലുകളിലും ഫ്രീസർ ക്യാബിൻ 3ലും ക്രമീകരിക്കാവുന്നതാണ്. ഇനി ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്ന മോഡലുകളിലാണെങ്കിൽ ഫ്രീസർ -18°C മുതൽ -16°C വരെയും ഫ്രിഡ്ജ് ക്യാബിൻ 2°C മുതൽ -4°C വരെയും ക്രമീകരിക്കാവുന്നതാണ്. ഇനി മഴക്കാലമാണെങ്കിൽ മിഡിൽ ലെവലായ 4ലോ 5ലോ ഫ്രിഡ്ജ് ക്യാബിനും 2ൽ ഫ്രീസർ ക്യാബിനും സെറ്റ് ചെയ്യാം. ഇനി ഡിജിറ്റൽ ഡിസ്പ്ലേ മോഡലുകളിൽ ഫ്രീസർ -16° മുതൽ -14°C വരെയും ഫ്രിഡ്ജ് 3° മുതൽ -5°C വരെയും ക്രമീകരിക്കാം. തണുപ്പുകാലം ഫ്രിഡ്ജ് തണുപ്പ് ഏറ്റവും കുറഞ്ഞ 1, 2, 3 ലെവലുകളിലും ഫ്രീസർ 1ലും സെറ്റ് ചെയ്യുക. ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്ന മോഡലുകളിൽ ഫ്രീസർ -14° മുതൽ -12°C വരെയും ഫ്രിഡ്ജ് 4° മുതൽ 6°C വരെയും ക്രമീകരിക്കുക. ഇപ്പോൾ ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്ന മോഡലുകളിൽ സീസണൽ സെറ്റിംഗ് പ്രീസെറ്റായി വരുന്നവയും ഉണ്ട്. അത് സെലക്ട് ചെയ്താലും മതിയാകും. വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട. താങ്ക്